ഓം ശാന്തി 11-2-2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 24-2-1998. മുരളിയുടെ ടൈറ്റിലാണ് ബാബയോട് സേവനത്തോട് പരിവാരത്തോട് സ്നേഹം വയ്ക്കൂ, എങ്കിൽ പരിശ്രമത്തിൽ നിന്ന് മോചിക്കപ്പെടും. ഇന്ന് നാനാഭാഗത്തെയും കുട്ടികൾ തന്റെ അച്ഛന്റെ ജയന്തി ആചരിക്കാൻ ആയി വന്നിരിക്കുകയാണ്. സന്മുഖത്താണെങ്കിലും ആകാരി രൂപത്തിലാണെങ്കിലും ബാബയ്ക്ക് മുന്നിലാണ്. ബാബ എല്ലാ കുട്ടികളെയും കാണുകയാണ്. ഒരു വശത്ത് മിലനം ആഘോഷിക്കുന്നതിന്റെ സന്തോഷമാണ്, മറുവശത്ത് സേവനത്തിന്റെ ഉണർവുത്സാഹമാണ്. എത്രയും പെട്ടെന്ന് ബാബ്ദാദയെ പ്രത്യക്ഷമാക്കണം. ബാബ്ദാദ നാനാഭാഗത്തെയും കുട്ടികളെ കണ്ടുകൊണ്ട് കോടി കോടി മടങ്ങ് ആശംസകൾ നൽകുകയാണ്. കുട്ടികൾ ബാബയുടെ ജയന്തി ആചരിക്കുന്നതിനു വേണ്ടി ഓരോ കോണിൽ നിന്നും ദൂരെ ദൂരെ നിന്നും വന്നിരിക്കുകയാണ്. എന്ന പോലെ ബാബ്ദാദയും കുട്ടികളുടെ ജന്മദിനം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. ഏറ്റവും ദൂരദേശത്തുള്ളയാൾ ആരാണ്? ബാബയോ അതോ താങ്കളോ? താങ്കൾ പറയും, ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വന്നിരിക്കുകയാണ്. എന്നാൽ ബാബ പറയുന്നു, ഞാൻ താങ്കളെക്കാളും ദൂരദേശത്ത് നിന്ന് വന്നിരിക്കുകയാണ്. എന്നാൽ താങ്കൾക്ക് സമയമെടുക്കുന്നു, ബാബയ്ക്ക് സമയം വേണ്ട. താങ്കൾ എല്ലാവർക്കും പ്ലെയിൻ അല്ലെങ്കിൽ ട്രെയിൻ പിടിക്കണം, ബാബയ്ക്ക് വെറും രഥമെടുക്കണം. അപ്പോൾ ഇങ്ങനെയല്ല, കേവലം താങ്കൾ ബാബയുടെ ജന്മദിനം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. എന്നാൽ ബാബയും ആദി സാധി ബ്രാഹ്മണ ആത്മാക്കൾ ജന്മന സാധി കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ബാബ ഒറ്റയ്ക്ക് അവതരിത്തം ആകുന്നില്ല. എന്നാൽ ബ്രഹ്മാവ്, ബ്രാഹ്മണ കുട്ടികൾ എന്നിവർക്കൊപ്പം ദിവ്യജന്മം എടുക്കുകയാണ്. അർത്ഥം അവതരിക്കപ്പെടുകയാണ്. ബ്രാഹ്മണർ കൂടാതെ യജ്ഞരചന ബാബയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ യജ്ഞം രചിച്ചു, ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരെ രചിച്ചു. അപ്പോഴാണ് താങ്കൾ എല്ലാവരും ജന്മമെടുത്തത്. അതിനാൽ 2 വർഷക്കാരാകട്ടെ 2 മാസക്കാരാകട്ടെ, എന്നാൽ താങ്കൾ എല്ലാവർക്കും ദിവ്യ ബ്രാഹ്മണ ജന്മത്തിന്റെ ആശംസകൾ. ഈ ദിവ്യ ജന്മം എത്ര ശ്രേഷ്ഠമാണ്! ബാബയും ഓരോ ദിവ്യ ജന്മധാരി ബ്രാഹ്മണ ആത്മാക്കളുടെ ഭാഗ്യനക്ഷത്രം തിളങ്ങുന്നത് കണ്ട് ഹർഷിതമാവുകയാണ്. സദാ ഇതേ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, വജ്രതുല്യ ജീവിതമുള്ള ബ്രാഹ്മണ കുട്ടികളെ, ആഹാ 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 ആണല്ലോ. ബാബ ആഹാ ആഹാ കുട്ടികൾ ആക്കി മാറ്റി. ഈ അലൗകിക ജന്മം ബാബയുടേതും വേറിട്ടതാണ്, താങ്കൾ കുട്ടികളുടേതും വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. ഈ ഒരേ ഒരു ബാബയ്ക്കാണ് ഇങ്ങനെ ഒരു ജന്മം അല്ലെങ്കിൽ ജയന്തി ഉള്ളത്. മറ്റാർക്കും ഇങ്ങനെ ജന്മദിനം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. നിരാകാരനും പിന്നെ ദിവ്യജന്മവും. മറ്റെല്ലാ ആത്മാക്കളുടെയും ജന്മം അവരവരുടെ സാകാര ശരീരത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ നിരാകാര ബാബയുടെ ജന്മം പരക്കായ പ്രവേശത്തിലൂടെ ഉണ്ടാകുന്നു. മുഴുവൻ കൽപ്പത്തിൽ ഇങ്ങനെയൊരു വിധിയിലൂടെ ആർക്കെങ്കിലും ജന്മം ഉണ്ടായിട്ടുണ്ടോ? ഒരേ ഒരു ബാബയ്ക്കാണ് ഇങ്ങനെ വേറിട്ട ജന്മദിനം ഉണ്ടാകുന്നത്. അതിനെ ശിവജയന്തിയുടെ രൂപത്തിൽ ഭക്തരും ആചരിച്ചു വരുന്നു. അതിനാൽ ഈ ദിവ്യ ജന്മത്തിന്റെ മഹത്വം താങ്കൾ അറിയുന്നു, ഭക്തരും അറിയുന്നില്ല. പക്ഷെ എന്ത് കേട്ടിട്ടുണ്ടോ അതിനനുസരിച്ച് ഉയർന്നതിലും ഉയർന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആചരിച്ചു വരുന്നു. താങ്കൾ കുട്ടികൾ വെറും ആചരിക്കുകയല്ല,
എന്നാൽ ആചരിക്കുന്നതിനോടൊപ്പം സ്വയത്തെ ബാബയ്ക്ക് സമാനമാക്കുകയും ആണ്. അലൗകിക ദിവ്യ ജന്മത്തിന്റെ മഹത്വത്തെ അറിയുന്നു. മറ്റൊരച്ഛനോടും കുട്ടികൾക്ക് ഒപ്പമൊപ്പം ജന്മം ഉണ്ടാകുന്നില്ല. എന്നാൽ ശിവജയന്തി അർത്ഥം ബാബയുടെ ദിവ്യ ജന്മദിനത്തിനോടൊപ്പം കുട്ടികളുടെയും ജന്മമാണ്. അതിനാൽ വജ്ര ജൂബിലി ആഘോഷിച്ചില്ലേ? അപ്പോൾ ബാബയ്ക്കൊപ്പം കുട്ടികളുടെയും ദിവ്യ ജന്മമാണ്. ഈ ജയന്തിയെ മാത്രം വജ്രതുല്യ ജയന്തി എന്ന് പറയുന്നു. എന്നാൽ വജ്രതുല്യ ജയന്തി ആചരിച്ച് സ്വയവും വജ്രതുല്യ ജീവിതത്തിലേക്ക് വരികയാണ്. ഈ രഹസ്യത്തെ എല്ലാ കുട്ടികളും നന്നായി അറിയുകയും ചെയ്യും, മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നു. ബാബ്ദാദ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കാണുന്നുമുണ്ട്. കുട്ടികൾ ബാബയുടെ ദിവ്യ ജന്മത്തിന്റെ മഹത്വം എത്ര ഉണർവുത്സാഹത്തോടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ബാബ്ദാദ നാനാഭാഗത്തെയും സേവാധാരി കുട്ടികളുടെ ധൈര്യത്തിനു പകരം സഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ധൈര്യവും ബാബയുടെ സഹായവും ആണ്. ഇപ്പോൾ എല്ലാം ബാബ്ദാദയുടെ അടുക്കൽ എല്ലാ കുട്ടികളുടെയും ഒരേ ഒരു സ്നേഹത്തിന്റെ സങ്കല്പം വീണ്ടും വീണ്ടും വരുന്നു. ഇപ്പോൾ ബാബയെ പോലെ എത്രയും വേഗം ആവുക തന്നെ വേണം. ബാബയും പറയുന്നു, ഹേ മധുരമായ കുട്ടികളെ, ആവുക തന്നെ വേണം. ഓരോരുത്തർക്കും ഈ ദൃഢനിശ്ചയമുണ്ട്. ഒന്നുകൂടി അടിവര ഇട്ടോളൂ. നാം ആയില്ലെങ്കിൽ പിന്നെ മറ്റാരാകും? നാം തന്നെയായിരുന്നു, നാം തന്നെയാണ്, നാം തന്നെ ഓരോ കൽപ്പത്തിലും ആയിക്കൊണ്ടിരിക്കും. ഈ പക്കാ നിശ്ചയമില്ലേ? ഡബിൾ വിദേശികളും ശിവജയന്തി ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണോ? നല്ലത്. കൈയുയർത്തു ഡബിൾ വിദേശികൾ. ബാബ്ദാദ കാണുകയാണ്, ഡബിൾ വിദേശികൾക്ക് ഏറ്റവും അധികം ഈ ഉണർവുത്സാഹമാണ്. വിശ്വത്തിന്റെ ഒരു കോണും അവശേഷിക്കരുത്. ഭാരതത്തിനാണെങ്കിൽ കുറെ സമയം സേവനത്തിനു വേണ്ടി ലഭിച്ചിട്ടുണ്ട്. ഭാരതവും ഓരോ ഗ്രാമങ്ങളിലും സന്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഡബിൾ വിദേശികൾക്ക് ഭാരതത്തെക്കാൾ സേവനത്തിന് സമയം കുറവാണ് ലഭിച്ചിട്ടുള്ളത്. എന്നിട്ടും ഉണർവുത്സാഹം കാരണം ബാബ്ദാദയ്ക്ക് മുന്നിൽ സേവനത്തിന്റെ തെളിവ് നല്ലതായി കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ട് വന്നുകൊണ്ടുമിരിക്കും. ഭാരതത്തിൽ വർത്തമാന സമയത്ത് തരം തിരിച്ചുള്ള സേവനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അത് കാരണം എല്ലാ തരത്തിലുള്ളവർക്കും സന്ദേശം ലഭിക്കുക സഹജമായിരിക്കുന്നു. എന്തെന്നാൽ ഓരോ വിഭാഗവും തന്റെ വിഭാഗത്തിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വർഗീകരണത്തിന്റെ കണ്ടുപിടുത്തം നല്ലതാണ്. ഇതിലൂടെ ഭാരതത്തിന്റെ സേവനത്തിലും വിശേഷ ആത്മാക്കളുടെ വരവ് നല്ല തീവ്രമായി മാറിയിരിക്കുന്നു. നല്ലതായി തോന്നുന്നില്ലേ? വർഗീകരണത്തിന്റെ സേവനം നല്ലതല്ലേ? വിദേശത്തുള്ളവരും തന്റെ നല്ല നല്ല ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നു, റിട്രീറ്റ് ചെയ്യിക്കുന്നു. മാർഗം വളരെ നല്ലതാക്കിയിട്ടുണ്ട്. ഭാരതത്തിൽ വർഗീകരണത്തിലൂടെ സേവനത്തിൽ അവസരം ലഭിച്ചിരിക്കുന്നു. അതുപോലെ ഇവരുടെയും ഈ വിധി വളരെ നല്ലതാണ്. ബാബ്ദാദയ്ക്ക് രണ്ട് വശത്തെയും സേവനം ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. ജഗദീഷ് കുട്ടി കണ്ടുപിടുത്തം നന്നായി ചെയ്തിട്ടുണ്ട്. വിദേശത്ത് ഈ റിട്രീറ്റ് ഡയലോഗ് ആരാണ് തുടങ്ങിയത്? ഉത്തരം വന്നു, എല്ലാവരും ചേർന്ന് ചെയ്തു. ഭാരതത്തിലും ചേർന്നാണ് ചെയ്തത്. എന്നാലും നിമിത്തമായിട്ടുണ്ട്. നല്ലതാണ്. ഓരോരുത്തർക്കും അവരവരുടെ തരക്കാരുടെ സംഘടനയിൽ നല്ലതായി തോന്നുന്നു. അപ്പോൾ രണ്ട് വശത്തെയും സേവനത്തിൽ അനേക ആത്മാക്കളെ സമീപം കൊണ്ടുവരാനുള്ള അവസരം ലഭിക്കുന്നു. ഫലം നല്ലതായി തോന്നുന്നില്ലേ? റിട്രീറ്റിന്റെ ഫലം നല്ലതായിരുന്നില്ലേ? വർഗീകരണത്തിന്റെയും ഫലം നല്ലതാണ്. ദേശവിദേശത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടുമിരിക്കും.
ഭാരതത്തിലാകട്ടെ വിദേശത്താകട്ടെ സേവനത്തിന്റെ ഉണർവ് നല്ലതാണ്. ബാബ്ദാദ കാണുന്നുണ്ട്, ആരാണോ സത്യമായ ഹൃദയത്തോടെ നിസ്വാർത്ഥ സേവനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കണക്കിൽ പുണ്യത്തിന്റെ ശേഖരണം വളരെ നന്നായി സമ്പാദിക്കപ്പെടുന്നുണ്ട്. പല കുട്ടികളുടെയും ഒന്നുണ്ട് തന്റെ പുരുഷാർത്ഥത്തിന്റെ പ്രാലബ്ധത്തിന്റെ ശേഖരണം, രണ്ടാമത് സന്തുഷ്ടമായി സന്തുഷ്ടമാക്കുന്നതിലൂടെ ആശീർവാദങ്ങളുടെ ശേഖരണം, മൂന്നാമത്തേത് യഥാർത്ഥ യോഗയുക്ത യുക്തിയുക്ത സേവനത്തിന് പകരമായി പുണ്യത്തിന്റെ ശേഖരണം സമ്പാദിക്കപ്പെടുന്നു. ഈ 3 കണക്കും ബാബ്ദാദ ഓരോരുത്തരുടെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ആരുടെയെങ്കിലും 3 കണക്കിലും ശേഖരണം ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ ലക്ഷണമാണ് അവർ സദാ സഹജ പുരുഷാർത്ഥിയായി സ്വയവും അനുഭവം ചെയ്യുന്നു, മറ്റുള്ളവർക്കും ആ ആത്മാവിലൂടെ സഹജ പുരുഷാർത്ഥത്തിന് സ്വതവേ പ്രേരണ ലഭിക്കുന്നു. അവർ സഹജ പുരുഷാർത്ഥത്തിന്റെ പ്രതീകമാണ്. പ്രയത്നിക്കേണ്ടി വരുന്നില്ല. ബാബയോട്, സേവനത്തിനോട്, സർവപരിവാരത്തിനോട് സ്നേഹമാണ്. അപ്പോൾ ഈ 3 പ്രകാരത്തിലുള്ള സ്നേഹം പ്രയത്നത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ബാബ്ദാദ എല്ലാ കുട്ടികളോടും ഇതേ ശ്രേഷ്ഠ ആശ വയ്ക്കുന്നു. എല്ലാ കുട്ടികളും സദാ സഹജ പുരുഷാർത്ഥി ആയിരിക്കൂ. 63 ജന്മം ഭക്തിയിൽ പരാതികളിൽ അലയുന്നതിന്റെ പ്രയത്നം ചെയ്തു. ഇനി ഈ ഒരു ജന്മം പ്രയത്നത്തിൽ നിന്ന് മോചിതമാകുന്നതിനാണ്. അഥവാ വളരെ കാലമായി പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്നേഹത്തിലൂടെ സഹജ പുരുഷാർത്ഥി ആകുന്നതിന്റെ ഈ സംഗമയുഗത്തിന്റെ വരദാനം എപ്പോൾ നേടും? യുഗം സമാപ്തമെങ്കിൽ വരദാനവും സമാപ്തം. അപ്പോൾ ഈ വരദാനത്തെ എത്രയും വേഗം എടുത്തോളൂ. ഏതെങ്കിലും വലുതിലും വലിയ കാര്യമുണ്ടെങ്കിലും, എന്തെങ്കിലും വലുതിലും വലിയ പ്രശ്നമുണ്ടെങ്കിലും, ഓരോ കാര്യവും ഓരോ പ്രശ്നവും ഇങ്ങനെ മറികടക്കുന്നു, വെണ്ണയിൽ നിന്ന് മുടി എടുക്കുന്നു എന്നതുപോലെ. പല കുട്ടികളുടെയും അല്പാൽപമുള്ള കളി ബാബ്ദാദ കാണുന്നുണ്ട്. ചിരിയും വരുന്നുണ്ട്, കുട്ടികളെ കണ്ട് ദയയും വരുന്നുണ്ട്. ഏതെങ്കിലും പ്രശ്നമോ ഏതെങ്കിലും വലിയ സംഭവമോ മുന്നിൽ വന്നാലും ഇടയ്ക്കിടെ കുട്ടികളുടെ മുഖത്ത് കുറേശ്ശെ പ്രശ്നങ്ങളുടെയോ സംഭവത്തിന്റെയോ അല കാണപ്പെടുന്നു. കുറേശ്ശെ മുഖം മാറിപ്പോകുന്നു. പിന്നീട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്ത് പറ്റി എന്ന്. അപ്പോൾ പറയുന്നു, ജോലി വളരെ ഉണ്ടല്ലോ. വിഘ്ന വിനാശകന്റെ മുന്നിൽ വിഘ്നം വരുന്നില്ല എങ്കിൽ വിഘ്ന വിനാശക ടൈറ്റിൽ എങ്ങനെയാണ് പാടപ്പെടുക? കുറേശ്ശെ മുഖത്ത് ക്ഷീണം അല്ലെങ്കിൽ കുറേശ്ശെ മൂട് മാറുന്നതിന്റെ അടയാളം വരാൻ പാടില്ല. എന്തുകൊണ്ട്? പകുതി കൽപ്പം പൂജിക്കപ്പെടുന്ന താങ്കളുടെ ജഡചിത്രം, അതിലെന്താ ഇടയ്ക്ക് അല്പമെങ്കിലും ക്ഷീണമോ മൂട് മാറുന്നതിന്റെ അടയാളമോ കാണപ്പെടാറുണ്ടോ? താങ്കളുടെ ജഡചിത്രം സദാ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ആരുടെ ചിത്രമാണ്? താങ്കളുടെ അല്ലേ? അപ്പോൾ ചൈതന്യത്തിന്റെയും ഓർമ്മചിഹ്ന ചിത്രമാണ്. അതിനാൽ കുറേശ്ശെ പോലും ക്ഷീണം അല്ലെങ്കിൽ പിറുപിറുപ്പ് എന്ന് പറയുന്നത് അത് വരാൻ പാടില്ല. സദാ പുഞ്ചിരിക്കുന്ന മുഖമാണ് ബാബ്ദാദയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാകുന്നത്. അഥവാ ആരെങ്കിലും പിറുപിറുപ്പ് സ്ഥിതിയിലാണെങ്കിൽ അവർക്ക് മുന്നിലേക്ക് പോകുമോ? ചിന്തിക്കും, ഇപ്പോൾ സംസാരിക്കണോ അതോ വേണ്ടേ എന്ന്. അപ്പോൾ താങ്കളുടെ ജഡചിത്രങ്ങളുടെ അടുക്കൽ ഭക്തർ ധാരാളം ഉണർവോടെ വരുന്നു. ചൈതന്യത്തിൽ എന്തെങ്കിലും ഭാരിച്ചതായിരിക്കുക അപ്പോൾ നല്ലതായി തോന്നുമോ? ഇപ്പോൾ ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും മുഖത്ത് സദാ മാലാഖാരൂപം, വരദാനി രൂപം, ദാതാരൂപം, ദയാമനസ്ക, അക്ഷീണ,
സഹജയോഗി സഹജ പുരുഷാർത്ഥിയുടെ രൂപം കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇതു പറയരുത്, ഇങ്ങനെയുള്ള സംഭവമായിരുന്നില്ലേ എന്ന്. എങ്ങനെയുള്ള സംഭവമായാലും രൂപം പുഞ്ചിരിക്കുന്ന ശീതളമായ ഗംഭീരതയുടെയും രമണീകതയുടെയും സന്തുലനത്തിൽ ആകണം. ആര് തന്നെ കടന്നു വന്നാലും താങ്കൾ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ സംഭവം കാരണം സഹജ പുരുഷാർത്ഥി രൂപത്തിലല്ല എങ്കിൽ അവർ എന്താണ് കാണുക? താങ്കളുടെ ചിത്രം അതാണ് കൊണ്ടുപോവുക. ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും ആരുടെയെങ്കിലും, അത് 1 മാസത്തെ കുട്ടിയാകട്ടെ 2 മാസത്തേത് ആകട്ടെ, പെട്ടെന്ന് താങ്കളുടെ മുഖത്തിന്റെ ചിത്രം എടുക്കുന്നുവെങ്കിൽ ഇങ്ങനെ പറഞ്ഞതുപോലെ തന്നെയാണ് ചിത്രം ഉണ്ടാവുക. ദാതാവാകൂ, ലേവതയല്ല. ദാതാവ്. ആര് എന്ത് നൽകിയാലും നല്ലതോ മോശമോ നൽകട്ടെ, എന്നാൽ താങ്കൾ വലുതിലും വലിയ ബാബയുടെ മക്കൾ വലിയ ഹൃദയമുള്ളവരാകണം. അഥവാ മോശം നൽകിയാലും വലിയ ഹൃദയത്തോടെ മോശമായതിനെ തന്നിലേക്ക് സ്വീകരിക്കാതെ ദാതാവായി താങ്കൾ അവർക്ക് സഹയോഗം നൽകുക, സ്നേഹം നൽകൂ, ശക്തി നൽകൂ. എന്തെങ്കിലും ഗുണം തന്റെ സ്ഥിതിയിലൂടെ സമാനമായി നൽകൂ. ഇത്രയും വലിയ ഹൃദയമുള്ള വലുതിലും വലിയ ബാബയുടെ മക്കളാണ്. ദയ കാണിക്കൂ. ഹൃദയത്തിൽ ആ ആത്മാവിനെ പ്രതി കൂടുതൽ സ്നേഹം എമർജ് ചെയ്യൂ. ആ സ്നേഹത്തിന്റെ ശക്തിയിലൂടെ അവർ സ്വയം പരിവർത്തനപ്പെടട്ടെ. ഇങ്ങനെ വലിയ ഹൃദയമുള്ളവരാണോ അതോ ചെറിയ ഹൃദയമാണോ? ഉൾക്കൊള്ളുവാനുള്ള ശക്തിയില്ലേ? ഉൾക്കൊള്ളൂ. സാഗരത്തിൽ എത്ര അഴുക്ക് നിക്ഷേപിക്കുന്നു, നിക്ഷേപിക്കുന്നവർക്ക് അത് അഴുക്കിനു പകരം അഴുക്ക് നൽകുന്നില്ല. താങ്കളാണെങ്കിൽ ജ്ഞാനത്തിന്റെ സാഗരം, ശക്തികളുടെ സാഗരന്റെ മക്കളാണ്, മാസ്റ്ററാണ്. അപ്പോൾ കേട്ടുവോ ബാബ്ദാദ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ഭൂരിപക്ഷം കുട്ടികളും ലക്ഷ്യം വെച്ചിട്ടുണ്ട്, ഈ വർഷത്തിൽ പരിവർത്തനപ്പെടുക തന്നെ വേണം. ചെയ്യും, ചിന്തിക്കും എന്നല്ല, ചെയ്യുക തന്നെ വേണം. ചെയ്യുക തന്നെ വേണം എന്നാണോ അതോ അവിടെ പോയി ചിന്തിക്കുമോ? ആര് മനസ്സിലാക്കുന്നു ചെയ്യുക തന്നെ വേണം എന്ന് അവർ ഒരു കൈകൊണ്ട് കൈയടിക്കൂ. ബ്രാക്കറ്റിൽ എല്ലാവരും കൈവീശി. വളരെ നല്ലത്. വെറും ഈ കൈ ഉയർത്തുകയല്ല, മനസ്സിൽ നിന്ന് ദൃഢസങ്കല്പത്തിന്റെ കൈ ഉയർത്തുകയാണ്. ഈ കൈ ഉയർത്തുക സഹജമാണ്. മനസ്സിൽ നിന്ന് ദൃഢസങ്കല്പത്തിന്റെ കൈ സദാ സഫലതാ സ്വരൂപം ആക്കുന്നു. എന്ത് ചിന്തിച്ചുവോ അത് നടക്കുക തന്നെ വേണം. ചിന്തിക്കുക പോസിറ്റീവ് ആയിരിക്കുമല്ലോ. നെഗറ്റീവ് ചിന്തിക്കരുത്. നെഗറ്റീവ് ചിന്തിക്കുന്നതിന്റെ വഴി എന്നേക്കുമായി അടച്ചു. അടയ്ക്കുവാൻ അറിയുമോ അതോ തുറക്കുന്നുണ്ടോ? കൊടുങ്കാറ്റ് ഉണ്ടാകുന്നുവെങ്കിൽ വാതിലുകൾ തനിയെ തുറക്കുന്ന പോലെ ഇങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. താങ്കൾ മനസ്സിലാക്കുന്നു അടച്ചിട്ടു വന്നു, എന്നാൽ കാറ്റ് തുറന്നിടുന്നു. ഇങ്ങനെ മന്ദമായി ചെയ്യരുത്. ശരി, ഡബിൾ വിദേശികളുടെ ഉത്സവം നന്നായി നടന്നില്ലേ? ബ്രാക്കറ്റിൽ 10 വർഷത്തെക്കാൾ കൂടുതൽ സമയം ജ്ഞാനത്തിലുള്ള 400-നടുത്ത് ഡബിൾ വിദേശി സഹോദരീ സഹോദരന്മാരുടെ ബഹുമാന സമാരോഹണം ആഘോഷിക്കപ്പെട്ടു. നന്നായോ? ആര് ആഘോഷിച്ചുവോ, നന്നായി തോന്നിയോ, അവർ കൈ ഉയർത്തു. പാണ്ഡവരുമുണ്ട്. ഇതിന്റെ മഹത്വം എന്താണ്? ആചരിക്കുന്നതിന്റെ മഹത്വം എന്താണ്? ആചരിക്കുക അർത്ഥം ആയിത്തീരുക. സദാ ഇങ്ങനെ കിരീടധാരി സ്വപുരുഷാർത്ഥത്തിന്റെയും സേവനത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെ എന്തു പറയുന്നു? ആനന്ദം തന്നെ. സേവനത്തിന്റെ ആനന്ദം ആഘോഷിക്കുന്നതിന്റെ കിരീടം സദാ വെച്ചുകൊണ്ടിരിക്കട്ടെ. സ്വർണ ദുപ്പട്ടയും എല്ലാവരും അണിഞ്ഞിട്ടുണ്ടല്ലോ.
അപ്പോൾ സ്വർണ ദുപ്പട്ട എന്തിനാണ് അണിഞ്ഞിരിക്കുന്നത്? സദാ സ്വർണിമ യുഗസ്ഥിതി, സിൽവർ അല്ല, ഗോൾഡൻ. പിന്നെ ഈ 2 മാലയും അണിഞ്ഞിരിക്കുന്നു. അപ്പോൾ 2 മാല ഏതിന്റെയാണ് അണിയുക? ഒന്ന് സദാ ബാബയുടെ കഴുത്തിലെ മാല. സദാ ഇടയ്ക്ക് കഴുത്തിൽ നിന്ന് ഇറങ്ങുവാൻ പാടില്ല, കഴുത്തിൽ തന്നെ കോർക്കപ്പെട്ടിരിക്കണം. രണ്ടാമത്തേത് സദാ സേവനത്തിലൂടെ മറ്റുള്ളവരെയും ബാബയുടെ കഴുത്തിലെ മാലയാക്കുക. ഈ ഡബിൾ മാലയാണ്. അപ്പോൾ വളരെ നന്നായി ആഘോഷിക്കുന്നവർക്കും അനുഭവപ്പെട്ടു, കാണുന്നവർക്കും അനുഭവപ്പെട്ടു. ഈ ഉത്സവം ആഘോഷിക്കുന്നതിന്റെ സദാ ഉത്സവത്തിന്റെ രഹസ്യം അറിയിച്ചു. ഒപ്പമൊപ്പം ഇത് ആചരിക്കുക എന്നാൽ ഇനിയും ഉണർവുത്സാഹം വർദ്ധിപ്പിക്കുക എന്നാണ്. എല്ലാവരുടെയും അനുഭവം ബാബ്ദാദ കണ്ടിരിക്കുന്നു. നല്ല അനുഭവമായി. സന്തോഷവും ലഹരിയും എല്ലാവരുടെയും മുഖത്ത് കാണപ്പെടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തന്റെ തന്നെ ശക്തിശാലി, പുഞ്ചരിക്കുന്ന, രമണീകവും ഗംഭീരവുമായ സ്വരൂപം സദാ പ്രത്യക്ഷമാക്കി വെച്ചുകൊണ്ട് പോകൂ. എന്തെന്നാൽ ഇന്നത്തെ കാലത്ത് സമയത്തിന്റെ അവസ്ഥകൾക്കനുസരിച്ച് കേൾക്കുന്നവരാണ് കൂടുതൽ, മനസ്സിലാക്കുന്നവർ കുറവാണ്. കണ്ടിട്ട് അനുഭവം ചെയ്യുന്നവർ കൂടുതലാണ്. താങ്കളുടെ മുഖത്തിലൂടെ ബാബയുടെ പരിചയം കേൾപ്പിക്കുന്നതിന് പകരം കാണപ്പെടട്ടെ. അപ്പോൾ നല്ലതാണ് ചെയ്തത്. ബാബ്ദാദയും കണ്ട് കണ്ട് ഹർഷിതനാവുകയാണ്. ഈ വർഷം അല്ലെങ്കിൽ ഈ സീസൺ വിശേഷ ഉത്സവത്തിന്റെ സീസണായി ആചരിച്ചിരിക്കുന്നു. എല്ലാ സമയവും ഒരേപോലെ ആകുന്നില്ല. ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. എല്ലാവരിലും ഭരണശക്തി ഉണ്ടോ? കർമ്മേന്ദ്രിയങ്ങൾക്ക് മേൽ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ഭരിക്കുവാൻ കഴിയുമോ? സ്വരാജ്യ അധികാരി ആയിട്ടുണ്ടോ? ആര് സ്വരാജ്യ അധികാരിയാണോ അവരാണ് വിശ്വത്തിന്റെ രാജ്യ അധികാരി ആവുക. എപ്പോൾ വേണമോ എങ്ങനെയുള്ള അന്തരീക്ഷമായാലും മനസ്സിനും ബുദ്ധിക്കും ഓർഡർ നൽകൂ, സ്റ്റോപ്പ്. അപ്പോൾ സാധിക്കുന്നുണ്ടോ അതോ സമയം എടുക്കുമോ? ഈ അഭ്യാസം ഓരോരുത്തർക്കും മുഴുവൻ ദിവസം ഇടയ്ക്കിടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. പരിശ്രമിക്കുക. ഏത് സമയത്ത് മനസ്സും ബുദ്ധിയും വളരെ തിരക്കിലാണോ ഇങ്ങനെയുള്ള സമയത്തും 1 സെക്കൻഡിലേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാധിക്കുമോ? ഇപ്പോൾ ചിന്തിക്കൂ, സ്റ്റോപ്പ്. അങ്ങനെ സ്റ്റോപ്പ് ആകുന്നതിൽ 3 മിനിറ്റും 4 മിനിറ്റും എടുക്കുന്നുണ്ടോ? ഈ അഭ്യാസം അന്തിമത്തിൽ വളരെ പ്രയോജനത്തിൽ വരും. ഇതിന്റെ ആധാരത്തിലാണ് ബഹുമതിയോടെ പാസ്സാകുവാൻ സാധിക്കുക. ശരി, സദാ ഹൃദയത്തിന്റെ ഉണർവുത്സാഹത്തിന്റെ ഉത്സവം ആഘോഷിക്കുന്നവരായ സ്നേഹി ആത്മാക്കൾ, സദാ വജ്രതുല്യ ജീവിതത്തിന്റെ അനുഭവം ചെയ്യുന്ന അനുഭവത്തിന്റെ അതോറിറ്റികളായ വിശേഷ ആത്മാക്കൾ, സദാ തന്റെ മുഖത്തിലൂടെ ബാബയുടെ പരിചയം നൽകുന്നവരായ, ബാബയെ പ്രത്യക്ഷപ്പെടുത്തുന്നവരായ സേവാധാരി ആത്മാക്കൾ, സദാ ഗംഭീരതയുടെയും രമണീയതയുടെയും രണ്ടിന്റെയും ഒപ്പമൊപ്പം സന്തുലനം വയ്ക്കുന്ന, എല്ലാവരുടെയും അനുഗ്രഹത്തിന് അധികാരികളായ ആത്മാക്കൾ. ഇങ്ങനെ നാനാഭാഗത്തെയും ദേശവിദേശത്തെ കുട്ടികൾക്ക് ശിവരാത്രിയുടെ ആശംസകൾ, ആശംസകൾ. ഒപ്പമൊപ്പം ബാബ്ദാദയുടെ ഹൃദയേശ്വരന്റെ ഹൃദയത്തിന്റെ പ്രാണനോടെ പ്രേമവാത്സല്യത്തോടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: തന്റെ രാജ്യാധികാരി അല്ലെങ്കിൽ പൂജ്യ സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ ദാതാവായി നൽകുന്നവരായ സർവ ഖജനാക്കളാലും സമ്പന്നമായി ഭവിക്കട്ടെ. സദാ ഇതേ സ്മൃതിയിൽ കഴിയൂ. ഞാൻ പൂജ്യാത്മാവ്, മറ്റുള്ളവർക്ക് നൽകുന്ന ദാതാവാണ്.
ലേവത അല്ല, ദേവതയാണ്. ബാബ താങ്കൾക്ക് ഏവർക്കും സ്വയമേ നൽകിയതുപോലെ ഇങ്ങനെ താങ്കളും മാസ്റ്റർ ദാതാവായി നൽകിക്കൊണ്ടുപോകൂ. ചോദിക്കരുത്. തന്റെ രാജ്യാധികാരി അല്ലെങ്കിൽ പൂജ്യ സ്വരൂപത്തിന്റെ സ്മൃതിയിൽ കഴിയൂ. ഇന്നുവരെയും താങ്കളുടെ ജഡചിത്രങ്ങളുടെ അടുക്കൽ യാചിക്കുന്നു, പറയുന്നു ഞങ്ങളെ രക്ഷിക്കൂ. അപ്പോൾ താങ്കൾ രക്ഷിക്കുന്ന ആളാണ്. രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറയുന്നവരല്ല. പക്ഷെ ദാതാവ് ആകുന്നതിനു വേണ്ടി ഓർമ്മയിലൂടെ, സേവനത്തിലൂടെ, ശുഭഭാവനയിലൂടെ, ശുഭകാമനയിലൂടെ സർവഖജനാക്കളാലും സമ്പന്നമാകൂ. സ്ലോഗൻ: ചലനത്തിലും മുഖത്തും പ്രസന്നത തന്നെയാണ് ആത്മീയ വ്യക്തിത്വത്തിന്റെ ലക്ഷണം. ഓം ശാന്തി.